ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്ന വീഡിയോ നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് നമുക്ക് വയറിങ്ങിൻ്റെ സമയത്താണെങ്കിലും നമുക്ക് 3 ഫേസ് ഡി ബിയുടെ വീട്, അതായത് ചെറിയ വീടാണെങ്കിലും വലുത് വീടാണെങ്കിലും ആ 3 ഫേസ് ഡി ബിയുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എത്ര എ സി വയ്ക്കുന്ന 3 ഫേസ് ഡി ബി എന്ത് മാനദണ്ഡത്തിൻ്റെ ആ രീതിയിലാണ് നമ്മൾ വയ്ക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഡി ബി ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് വയറിന് ഏകദേശം നമ്മൾ റൂമുകളിൽ നിന്നും അതുപോലെ തന്നെ വലിച്ചിടുന്ന സർക്യൂട്ടുകളെല്ലാം തന്നെ ഹൈ ലെങ്ത്ത് ആവശ്യമുണ്ട്, എത്ര നീളം ആവശ്യമുണ്ട്, ഇത്രയും നീളത്തിൻ്റെ, അതായത് ഏകദേശം 1 മീറ്റർ 1.5 മീറ്റർ നീളത്തോളം നമ്മൾ എക്സ്ട്രാ കൂട്ടിയിടുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഡി ബി നമുക്ക് 3 ഫേസ് ഡി ബി ആണ്. 3 ഫേസ് ഡി ബി അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആദ്യമേ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ 3 ഫേസ് ഡി ബിയിൽ നമ്മളതിൻ്റെ പൊസിഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ 3 ഫേസ് ഡി ബി ആകുമ്പോൾ നമുക്ക് ഒരുപാട് സർക്യൂട്ടുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് എം സി ബികളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് വരുന്നത്. 3 ഫേസ് ഡി ബി ടോട്ടലി ആയിട്ട് വരുന്നത് ഒന്ന് ടി പി എൻ മോഡലുണ്ട്, അതായത് സെലക്ടർ ഇല്ലാത്ത ടൈപ്പ് വരുന്നുണ്ട്. ഈ സെലക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 സെലക്ടറുകൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ 3 ഫേസ് നമുക്ക് സെലക്ട് ചെയ്യുന്ന രീതിയിലുള്ള സെലക്ടറുകളാണ് വരുന്നത്. അതിന് ടി പി എൻ ഇല്ലാത്ത ഡി ബി വരുന്നുണ്ട്, അല്ലാത്ത ടൈപ്പ് ഡി ബികളും വരുന്നുണ്ട്. പിന്നെ വരുന്നത് 6 വേ ഡി ബി വരുന്നുണ്ട്, 8 വേ ഡി ബി വരുന്നത്, അങ്ങനെ പല ടൈപ്പ് ഡി ബികളുമാണ് നമുക്ക് കിട്ടുന്നത്. അത് 3 ഫേസ് ഡി ബിയിൽ തന്നെ നമുക്ക് 6 വേ ഡി ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇ എൽ സി ബി ഐസൊലേറ്റർ ഇത് കഴിഞ്ഞതിന് ശേഷം 6 എം സി ബികൾ നമുക്ക് ഒറ്റ ഫേസിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ 3 ഫേസ് വരുന്ന സമയത്ത് 18 എം സി ബികൾ നമുക്ക് കൊടുക്കാം. 18 എം സി ബി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 18 സർക്യൂട്ട് നമുക്ക് കൊടുക്കാം. മിനിമം 18 സർക്യൂട്ട് നമുക്ക് അതിൽ കൊടുക്കാം. എണ്ണം കൂടിയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, കാരണം അപ്പോൾ നമുക്ക് 2 സർക്യൂട്ടിൻ്റെ വരുന്ന സ്ഥലത്ത് ഒന്നായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 വേ ഡി ബി ആണ്. 8 വേ ഡി ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേസിൽ, അതായത് ഇപ്പോൾ ഈ കാണുന്ന മുകളിൽ കണ്ട ചാനൽ കണ്ട അതൊരു ഫേസ് സർക്യൂട്ടാണ് വരുന്നത്. ആ ഫേസിൽ വരുന്നത് നമുക്ക് 8 എം സി ബി വരെ കൊടുക്കാം. 8 എം സി ബി എന്ന് പറയുമ്പോൾ 3 ഫേസ് വരുന്നുണ്ട്, അപ്പോൾ 3 24 എം സി ബി വരെ കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ സാധാരണ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് കോമൺലി 100 ആംപിയറിൻ്റെ ഡി ബി ആണ് നമ്മൾ സാധാരണ വീടുകളിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2 എ സി അല്ലെങ്കിൽ ഒരു എ സിക്ക് മുകളിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഭാവിയിലാണെങ്കിൽ കൂടി നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഫേസ് ഡി ബി നമ്മുടെ വീട്ടിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. 3 ഫേസ് ഡി ബിയും 3 ഫേസ് മീറ്റർ ബോക്സും വെക്കുന്നതാണ് നല്ലത്. കാരണം സിംഗിൾ ഫേസിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം കണക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5000 ലോഡാണ്, 5000 വാട്ട്സാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. 5000 വാട്ട്സ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു പവർ പ്ലഗ് ഏകദേശം 500 വാട്ട് വരുന്നുണ്ട്. ഒരു പവർ പ്ലഗ് തന്നെ ഏകദേശം 500 വാട്ട് ലെവലിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ കിച്ചണിൽ തന്നെ 2-3 പവർ പ്ലഗുകൾ, അതുപോലെ തന്നെ ഒരു എ സി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പവർ പ്ലഗുകൾ, പിന്നെ അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ പവർ പ്ലഗുകൾ, ഇതെല്ലാം കൂട്ടി പിന്നെ ടോട്ടൽ വാട്ട്സ് കൂട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 5000 വാട്ട്സിന് മുകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് രണ്ടാമതൊരു എ സി വെക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഒരു 3 ഫേസ് കണക്ഷൻ എടുക്കേണ്ട ഒരു ആവശ്യം വരും, കാരണം ലോഡ് ഹൈ ആയി വരും. അപ്പോൾ നമ്മൾ വീട് പണിയുന്ന സമയത്ത് നമുക്ക് ഒരു 3 ഫേസ് ഡി ബി വെച്ച് ചെയ്യുന്നതാണ് ഭാവിയിലേക്ക് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് എ സിയുടെ എണ്ണം കൂട്ടുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈ നമ്മുടെ ലോഡ് വ്യത്യാസം വരുന്ന സമയത്താണെങ്കിൽ ബാക്കി നമ്മളെ ടി ബി ആണെങ്കിലും മീറ്റർ ബോക്സ് ആണെങ്കിലും കുത്തിപ്പൊളിച്ച് മാറ്റി, സിംഗിൾ ഫേസ് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തിപ്പൊളിച്ച് മാറ്റി 3 ഫേസ് വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു പുതിയ വീട് പണിയുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അത് നമുക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ ടോട്ടൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ എത്ര ലോഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്തെടുക്കാൻ സാധിക്കും. അത് കൂടാതെ തന്നെ സിമ്പിളായിട്ട് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വാട്ടർ ഹീറ്റർ ചിലപ്പോൾ 2000 വാട്ട് തൊട്ട് 3000 വാട്ട്, 1500 വാട്ട് തൊട്ട് ചിലപ്പോൾ 3000 വാട്ട് വരെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇൻഡക്ഷൻ കുക്കർ ഹൈ വാട്ട് എടുക്കുന്ന ഒന്നാണ്. ഏകദേശം 1500 തൊട്ട് 2500 വരെ വാട്ട് വരുന്ന ഇൻഡക്ഷൻ കുക്കറുകളുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. സിംഗിൾ ഫേസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം ലോഡ് എന്ന് പറയുന്നത് 5000 വാട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു രീതിയിൽ കാൽക്കുലേഷൻ ചെയ്താൽ പോലും 5000 വാട്ടിന് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ ഫേസ് മാറ്റി നമ്മൾ 3 ഫേസ് തന്നെ ഭാവിയിൽ വീടുകളിൽ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുമാത്രമല്ല, പിന്നെ നമ്മൾ 3 ഫേസ് ഡി ബി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ കാണുന്നത് 3 ഫേസ് സെലക്ടറുള്ള ഡി ബി സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ് നമ്മൾ സെലക്ടർ ഇല്ലാത്ത ടി പി എൻ ഡി ബികൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ അല്ലാത്ത നമ്മുടെ വീടുകളുടെ ആവശ്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സെലക്ടറുള്ള ടൈപ്പാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ടറുള്ള ഡി ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്
3 ഫേസാണ് നമ്മുടെ വീടുകളിലേക്ക് 3 ഫേസായിട്ട് കണക്ഷൻ വരുന്നത്. 3 ഫേസും ഒരു ന്യൂട്രലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ 3 ഫേസിലും ഓരോന്ന് സെപ്പറേറ്റ് ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഓരോ സ്ഥലത്തേക്ക് പോയിരിക്കുന്ന സർക്യൂട്ടുകൾ സെപ്പറേറ്റ് ഓരോ ഫേസിലേക്കായിരിക്കും നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് കറണ്ട് പോകുന്ന സമയത്ത് ആ സെക്ഷൻ മൊത്തം വർക്ക് ചെയ്യാത്ത ഒരവസ്ഥ വരും. ആ സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സെക്ഷനിലാണോ അതിപ്പോൾ ഒരു 3 ഫേസ് RYB എന്ന് പറയുന്ന 3 ഫേസ് ഉണ്ട്. R എന്ന് ഉദ്ദേശിച്ച റെഡ്, Y എന്ന് ഉദ്ദേശിച്ച യെല്ലോ, B എന്ന് ഉദ്ദേശിച്ച ബ്ലൂ, ഇങ്ങനെ 3 ഫേസാണ് വരുന്നത്. ഈ 3 ഫേസിൽ ഏതെങ്കിലും ഒരെണ്ണം കറണ്ട് പോകുന്ന സമയത്ത്, അതായത് നമ്മുടെ KCB പോയി കഴിഞ്ഞാൽ ആ സെക്ഷനിലുള്ള, അപ്പോൾ നമ്മുടെ ഏത് ഫേസിലാണ്, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റെഡ് എന്ന് പറയുന്ന R എന്ന് പറയുന്ന ഫേസാണ് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ റെഡ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണങ്ങളും വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി TPN DB, അതായത് സെലക്ടർ ഇല്ലാത്ത DB ആണ് നമ്മൾ വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം വെച്ചാൽ ആ സെക്ഷനിൽ കറണ്ട് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ആ സമയത്തായിരിക്കും നമ്മുടെ അത്യാവശ്യമായി കിച്ചണിലേക്ക് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ആ റെഡ് എന്ന് പറയുന്ന ഫേസിൽ നിന്നായിരിക്കും. ബാക്കി ഫേസുകളിലൊന്നും പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പോൾ കിച്ചണിലേക്ക് മാത്രം കറണ്ട് ഉണ്ടാവില്ല. കിച്ചണിൽ പവർ പ്ലഗോ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ ഏത് സെക്ഷനിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ സെക്ഷനിൽ കറണ്ട് ഉണ്ടാവില്ല. ആ സമയം നമ്മൾ സെലക്ടറുള്ള DB ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ, സെലക്ടറുള്ള DB നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന 3 ഫേസും ഏത് ഫേസ് വേണമെങ്കിലും നമുക്ക് ഓരോ ലൈനിൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അത് സെലക്ടർ സ്വിച്ച് ആണ് വരുന്നത്. ആ സെലക്ടർ സ്വിച്ചിൽ നമുക്ക് ഏത് സെക്ഷൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. സെലക്ടർ സ്വിച്ച് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം, അതായത് ഏത് ഫേസ് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന്, അതായത് 3 ഫേസ് ഉണ്ട്. 3 ഫേസിൽ ഒരു ഫേസ് കട്ടായി ബാക്കി 2 ഫേസാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പോൾ ആ 2 ഫേസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ 3 ഫേസിലേക്ക് നമുക്ക് വീടുകളിലെ എല്ലാ ഉപകരണങ്ങളും എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, ഞാൻ ഇതിന് മുന്നും സെലക്ടറുകൾ എങ്ങനെ യൂസ് ചെയ്യാമെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഏത് സെലക്ഷനിലേക്കാണോ ഏത് ഫേസിലാണോ കറണ്ട് ഉള്ളത് അതിലേക്ക് നമ്മുടെ സെലക്ടർ മാറ്റിയിടുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആ സെക്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, മാക്സിമം നമുക്ക് ഒരു 3 ഫേസ് DBയിൽ നമുക്ക് മാക്സിമം 10,000 വാട്ട് വരെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലാവിഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. ലോഡ് കൂടിപ്പോയാലും പ്രശ്നം കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു സിംഗിൾ ഫേസ് DBയും 3 ഫേസ് DBയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം, ഒരു 16 വേയുടെ മാക്സിമം 16 വേയുടെ സിംഗിൾ ഫേസ് DB ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് 16 വേ ആണെങ്കിൽ കൂടി നമുക്ക് LCB ഐസൊലേറ്റർ സിംഗിൾ ഫേസ് കഴിഞ്ഞ് കഴിയുമ്പോൾ 4 MCBയുടെ സ്പേസ് പോയി കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് 12 MCB ആണ് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ സിംഗിൾ ഫേസിൽ. ബാക്കി 12 MCBകളിലാണ് നമ്മൾ സർക്യൂട്ടുകളെല്ലാം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സിംഗിൾ ഫേസ് DBക്ക് വരുന്ന എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 2,500 തൊട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3,000 രൂപ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള DBക്ക് വരുന്നത്. എന്നാൽ 3 ഫേസ് DB, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3,000 രൂപ മാക്സിമം, 2,500 രൂപ മാക്സിമം ബഡ്ജറ്റ് ഇടുക DB മാത്രം. അത് കൂടാതെ തന്നെ നമ്മുടെ 3 ഫേസ് DB നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 3 ഫേസ് DB ഏകദേശം 8,500 രൂപ തൊട്ട് 12,000 13,000 ആ റേഞ്ച് വരെ നമുക്കുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് ഒരു 6,000 രൂപയുടെ ഡിഫറൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഈ 6,000 രൂപയുടെ ഡിഫറൻസ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു വെട്ടിപ്പൊളി, വീടിൻ്റെ അകത്തുള്ള ഒരു വെട്ടിപ്പൊളി ഒഴിവാക്കാം. പിന്നീട് നമുക്ക് AC വെക്കുന്നതിനോ കാര്യങ്ങളോ തടസ്സമില്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 ഫേസ് DB വെക്കണം. 3 ഫേസ് DBയും 3 ഫേസ് മീറ്റർ ബോക്സും വെക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഭാവിയിൽ നമുക്ക് എന്തായാലും KCB കാര്യങ്ങൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ലോഡിനനുസരിച്ചുള്ള DB അല്ലെങ്കിൽ കണക്ഷൻസ് എടുക്കേണ്ട ഒരു അവസ്ഥ എന്തായാലും ഭാവിയിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ലോഡിനനുസരിച്ചുള്ള ഫേസ് നമ്മൾ 3 ഫേസ് കണക്ഷനോ സിംഗിൾ ഫേസും എടുക്കുന്ന സമയത്ത് നമ്മൾ ലോഡ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ 3 ഫേസ് DBയും 3 ഫേസ് മീറ്റർ ബോക്സും വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഓക്കെ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ DBയിൽ വയർ വലിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ DBയിൽ വയർ വലിച്ചിട്ടിരിക്കുന്നത് കറക്റ്റായിട്ട് കർവ് ചെയ്ത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, അതുപോലെ തന്നെ മാസ്റ്റർ ഇൻവെർട്ടർ എല്ലാം സെലക്ഷൻ കറക്റ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കറക്റ്റായിട്ട് ലൂപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിനുമാണ് ഏകദേശം ഒരു 1.5 മീറ്ററോളം നമ്മൾ വയർ വലിച്ചിട്ടിരിക്കുന്നത്. അത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നീറ്റായിട്ട് വയറിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ലെങ്തി ആയിപ്പോയി. ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചു. ഇനി അതായത് 3 ഫേസ് DB, സിംഗിൾ ഫേസ് DB ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.